സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയകൾ, കേരളത്തിലെ പ്രത്യേകമായി മീഡിയകൾ ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഡൽഹിയിലെ സ്ഫോടനം ആക്രമണമല്ലെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെ, പക്ഷെ സംശയിക്കണം, ഇതിന് പിന്നിൽ സംഖ്യകൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? എന്താ സംശയം? നേരത്തെയൊക്കെ വടക്കേ ഇന്ത്യൻ മാധ്യമങ്ങളായിരുന്നു മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായികളെ ആയിരുന്നാലും ബിസിനസ്സുകാരെ ആയിരുന്നാലും എന്തെങ്കിലും വളരെ തുച്ഛമായ മീഡിയകളാണുള്ളത്. അതിനെയൊക്കെ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനെ സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞ് ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുമായിരുന്നു. എന്തായാലും അത് ഇപ്പോ കേരളത്തിൽ തുടർന്നിരിക്കുകയാണ്. കുറച്ചു നേരത്തെ ഇവിടെ കേരളത്തിൽ എന്ന് പറയുന്നത് ക്രിസംഖികളുടെയും സംഘികളുടെയും ഒക്കെ മീഡിയകളുടെ നേതൃസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ മറുനാടൻ മലയാളിയാണ്. ഈ പറയുമ്പോൾ അവൻ പറയും, ഞാൻ ഭയങ്കരമായ ജേർണലിസം പഠിച്ചവനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സത്യസന്ധനാണ്, ഇവിടെയുള്ള ബാക്കി മീഡിയകളൊന്നും പറയാൻ ധൈര്യം കാണിക്കാത്ത വാർത്തകൾ ഞാനാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ശരി, ഒരു പുട്ട് സാമുവല്, ഒരു കാപ്പിരി കെന്നഡി, ഇവരാണ് ക്രിസംഖികളുടെ ആള്. ഒരു കെവിൻ പീറ്റർ, അത് കാസയുടെ ആളാണ്. ഇവനൊക്കെ അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത, ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് പാർട്ടികളാണ് ഇങ്ങനെയുള്ള ചെറ്റകളായ ക്രിസ്ത്യാനികൾ. നല്ല ക്രിസ്ത്യാനികളെയല്ല ഞാൻ പറയാം, എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അച്ഛന്മാരും ഉണ്ട്, നല്ല അച്ഛന്മാരും ഉണ്ട്. അവരൊന്നും ഇങ്ങനെ സംശയം മുസ്ലിങ്ങളുടെ മണ്ടയിൽ വെച്ച് പുലർത്താറില്ല. അതായത് എല്ലാ മനുഷ്യരെ പോലെയും തന്നെയാണ് മുസ്ലിങ്ങൾ. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ ഒറ്റ കൊടുത്തതായിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് പറയാം? കാണൂല. ഇന്ത്യയിലായിരുന്നാലും ശരി, 99% പേരും ഒന്നീ സംഘികളായിരിക്കും, രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നവര് സംഘികളായിരിക്കും, അല്ലെങ്കിൽ ക്രിസംഘികളായിരിക്കും. നിങ്ങൾ ചരിത്രം എടുത്ത് പരിശോധിക്കാം, നേരത്തെ ഉണ്ടായ സ്ഫോടനങ്ങളോ അത്. മാലേഗാവില് കുറച്ചു നാൾ മുമ്പ് ഒരു ബോംബ് വെച്ച് 45 പേരെ കൊന്നു. അപ്പോ അതും തീവ്രവാദം, ടെററിസം, ഭീകരവാദം, അതെല്ലാം മുസ്ലിങ്ങളുടെ മണ്ടേ വെച്ച് കെട്ടി. അവസാനം പിടിച്ചതാരെയാണ്? പ്രഗ്യാ സിംഗ് താക്കൂർ. ആ അവളെയാണ് പിടിച്ചത്. അവസാനം ജയിലിൽ കിടന്ന് എല്ലാമായി. ഇന്ന് ആ പ്രഗ്യാ സിംഗ് താക്കൂർ എന്ന് പറയുന്നവളുടെ ജോലി എന്താണെന്ന് അറിയാം? BJPയുടെ MP ആണ്. അതായത് 45 പേരെ ബോംബ് വെച്ച് കൊന്ന പ്രഗ്യാ സിംഗ് താക്കൂർ ഇന്ന് BJP MP ആണ്. അതായത് പ്രൊമോഷൻ. 2000 പേരെ കൂട്ടക്കൊല ചെയ്ത, ഗുജറാത്തിൽ കൂട്ടക്കൊല ചെയ്ത മോഡിയും അമിത്ഷായും ഇന്ന് പ്രൈം മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോ നേരത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്ത്, UPA ഭരണകാലത്ത് അവിടെയും ഇവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇതേപോലെ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോ എന്താണ് കഴിവുകെട്ട ഗവൺമെന്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം എന്താണ്, ഇവിടുത്തെ സുരക്ഷാ പദ്ധതികൾ എന്താണ്, ഇവരെല്ലാം പരാജയമാണ്, പ്രധാനമന്ത്രിയും ഇവിടെയുള്ള ആഭ്യന്തരമന്ത്രിയും ഇവിടെയുള്ള രാജ്യരക്ഷാ മന്ത്രിയും ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടുമായിരുന്നു. പണ്ട് ഗ്യാസിന് വില കൂട്ടിയപ്പോൾ പറഞ്ഞതുപോലെ 500 രൂപയ്ക്ക് ഗ്യാസ് കിട്ടുമായിരുന്നു ഇന്ത്യയിൽ. അത് ഇവിടെ കാളവണ്ടിയിൽ എടുത്തു വെച്ചു. അല്ലാതെ നമ്മുടെ ശോഭാ സുരേന്ദ്രനും മറ്റുമൊക്കെ എന്തൊക്കെ കാട്ടുകൂട്ടിയെന്ന് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ കണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും ഇപ്പൊ ചെയ്തു വെച്ചത്. ഇത് അവര്, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് കാർ സ്ഫോടനം അബദ്ധവശാൽ ഉണ്ടായതാണ്. എങ്ങനെ അറിഞ്ഞവര് അബദ്ധവശാൽ ഉണ്ടായതാണ്? അപ്പോ പശുവിന്റെ ഇറച്ചിയാണ് വണ്ടിയിൽ വല്ലതും കൊണ്ടുപോയിരുന്നെങ്കിൽ അവർ മണത്ത് പിടിച്ച് അത് പിടിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഈ ബോംബും കൊണ്ടുപോയിട്ട് എന്തുകൊണ്ടാണ് പിടിച്ചെടുക്കാത്തത്? അത് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ഇന്റലിജൻസ് സംവിധാനവും ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ എന്താണ്? അപ്പോൾ ഇവർക്ക് ഇതിനൊന്നും സമയമില്ല. ഇന്ത്യയുടെ സുരക്ഷയെ പറ്റി ചിന്തിക്കാനോ അതിന് മറുപടി എന്തെങ്കിലും രീതിയിൽ കൊടുക്കാനോ ഉള്ള കഴിവുകെട്ട ഒരു ഗവൺമെന്റാണ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. രാജ്യത്ത് നിങ്ങൾക്കറിയാം, ഭൂട്ടാനിൽ നിന്ന് 1000-ഓളം വണ്ടികൾ കടത്തിക്കൊണ്ട് വന്നു. എങ്ങനെ? ആകാശത്തൂടെ കടത്തിക്കൊണ്ട് വന്ന, അതേ കടലിന്റെ അടിയിലൊക്കെ കടത്തിക്കൊണ്ട് വന്ന. അപ്പൊ അങ്ങനെ ഉള്ള വൃത്തികെട്ട സംഭവങ്ങൾ ഇവിടെ അവർ തന്നെ പറയാണ്. ഒരു ഗവൺമെന്റിന്റെ വീഴ്ച ആ ഗവൺമെന്റ് തന്നെ സമ്മതിക്കുകയാണ്. 1000-ഓളം കാറുകൾ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു, അത് രജിസ്റ്റർ ചെയ്തു, അങ്ങനെ എന്തെല്ലാം ഉണ്ടായി. ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഈ കാറുമായിട്ട്, ഈ സ്ഫോടനം നടന്ന കാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹരിയാന സ്വദേശിയായ ഒരു മുഹമ്മദ് സൽമാനാണ്
ഈ കാറിന്റെ ഉടമയായിരുന്നത്. അയാൾ ഈ കാറ് വിറ്റത് ഒരു ഹിന്ദുവായ അവന്റെ പേരെന്താണ്, ഫുവേന്ദ്ര. അപ്പൊ ഈ മുഹമ്മദ് സൽമാനെ പിടിച്ചോണ്ട് പോയി പോലീസ്. ഇപ്പൊ പിടിച്ചോണ്ട് പോയി ഇയാൾ ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ വിറ്റത് ഇന്ന ആൾക്കാണെന്നും പറഞ്ഞ് അതിന്റെ ഡോക്യുമെന്റ് കൊടുത്തു. അപ്പൊ മറ്റവന്റെ ആയപ്പോ ഒരു പ്രശ്നമില്ല. ഫുവേന്ദ്രയുടേതായപ്പോ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാണ്, ഇങ്ങനെയല്ല ആരായാലും ശരി. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ ബലമായ സംശയം, എന്റേത് മാത്രമല്ല നിഷ്പക്ഷമതികളായ ആളുകളുടെ ബലമായ സംശയം എന്ന് പറയുന്നത് ഇത് ഈ ഇലക്ഷൻ സമയമാവുമ്പോഴും പിന്നെ വോട്ട് ചോറിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ബീഹാറിന്റെ ഇലക്ഷൻ നടക്കുമ്പോഴും മോഡിക്ക് ഈ പിന്നെ രാജ്യത്ത് വിലയില്ലാതാവുന്ന സമയത്തും ഇല്ലാത്ത ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവും. അത് ഇന്ത്യയിൽ നേരത്തെ ഉള്ളതല്ല. ഇതൊക്കെ അവസാനം കണ്ടുവരുമ്പോൾ എല്ലാ മുസ്ലിങ്ങളെയും കുറെ ചെറുപ്പക്കാരെ അല്ലാത്തവരെ ലഷ്കർ മുഹമ്മദ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരുകൾ ഉണ്ടാക്കി അവർ പറഞ്ഞിട്ട് ഇത് അവിടെ നിന്നുണ്ടാക്കിയതാണ് ഇവിടെ നിന്നുണ്ടാക്കിയതാണ്. അവരിവിടെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഇന്റലക്ച്വൽസിനെയൊക്കെ മുസ്ലിങ്ങളെ എല്ലാം അവർ റിക്രൂട്ട് ചെയ്യുന്നു, സ്ലീപ്പർ സെല്ല് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. മുസ്ലിങ്ങൾ യാതൊരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അഥവാ ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം, ലോകത്ത് ഏതൊരു രാജ്യത്തായിരുന്നാലും കുഴപ്പം ഉണ്ടാക്കുന്നത് ഒന്നുകിൽ യഹൂദന്മാര് അവരാണ്. അതായത് നിങ്ങൾക്ക് മൊസാദ് എന്ന് പറയുന്ന ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ത്യയിലുണ്ട്. ഗവൺമെന്റ് അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ പിന്നെ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യക്ക് മുകളിൽ കൂടെ ഇസ്രയേലിന്റെ വിമാനം പ്രതിരോധ, അതായത് പിന്നെ F-16 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 16 പ്ലെയിനിന് പറന്നു പോയി പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പിന്നെ ബോംബും അതും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളെല്ലാം നശിപ്പിക്കണം. അതിന് ഇനിയിപ്പോ ഇന്ത്യ വേണമെങ്കിൽ അനുമതി കൊടുക്കുക. അതാണ് നമ്മൾ മണ്ടന്മാരാവുകയാണ്, ഇന്ത്യക്കാർ മണ്ടന്മാരാവുകയാണ്. അതായത് ലോകത്ത് കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നുകിൽ അമേരിക്ക, അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾ, അല്ലെങ്കിൽ ഇസ്രായേൽ. ഇവര് മൂന്നും ചേർന്നാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് യഥാർത്ഥ ഇസ്ലാമിക ഭരണം നടക്കുന്നുണ്ട്? ഇല്ല, ലോകത്ത് എവിടെയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള. ഇന്നിപ്പോ ഞാൻ കണ്ടൊരു വീഡിയോ, ഈ പൂട്ട് സാമുവൽ ഇരുന്ന് അങ്ങ് തട്ടയാണ്. പട്ടു സാമുവൽ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ച് മാത്യു സാമുവൽ. അപ്പൊ അവൻ പുട്ടു സാമുവൽ എന്നാണ് പണ്ടം കണ്ട, പിന്നെ പൊട്ടു ചായക്കടയിൽ നിന്നും കണ്ട മോഷ്ടിച്ചിടുന്നും പറഞ്ഞ് പുട്ടു സാമുവൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവൻ മോഷണക്കാരനും കള്ളനും കൊള്ളിവെപ്പുകാരനും പുതിയ ചട്ടയൊക്കെ എടുത്ത് അണഞ്ഞുകൊണ്ട് പിന്നെ വന്നിരുന്ന് ചാനലിന് മുമ്പിൽ ഇങ്ങനെ വെറുതെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ്. അവൻ കുറച്ചു നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു പിന്നെ വിവരമുള്ളവനാണെന്ന്. യാതൊരു വിവരമില്ല. അപ്പോ ഇപ്പൊ അവനും കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ഈ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കുന്ന എല്ലാ ചാനലുകൾക്കും അതാതിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിൽ അവർ ഇത് പ്രചരിപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സാലറി അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് ഇപ്പോ ഷാഹിസ്കറിയ ഇസ്രയേലിൽ പോയിട്ട് വന്നു, കൂടെ ബ്രിട്ടനിൽ പോകും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നോക്കുക, അവർക്ക് ഫണ്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഫണ്ട് കിട്ടും, മുസ്ലിങ്ങൾക്ക് എവിടെ നിന്നും ഫണ്ട് കിട്ടുന്നില്ല. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന പോലെ ഫണ്ട് വേറെ ഒരു സമുദായങ്ങൾക്കും കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് അവർ വെറുതെ പ്രചരിപ്പിക്കുകയാണ്. അവരുടെ പിന്നെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെയുള്ള ഭരണകക്ഷി ആരാണ്? BJP ആണ്. അവരുടെ അങ്ങ് ചേരും, ആരുടെ കൂടെ ചേരും. പക്ഷെ മുസ്ലിങ്ങൾ അതിന് കിട്ടില്ല. മുസ്ലിങ്ങളായി തന്നെയാണ് ജീവിക്കുന്നത്, മുസ്ലിങ്ങളായി തന്നെയാണ് ജനിച്ചത്, മുസ്ലിങ്ങളായിട്ട് മരിക്കുകയും ചെയ്യും. ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ ജീവനും ബലിയർപ്പിക്കും. അതിന് ആരുടെയും പ്രത്യേകമായ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ഇവിടെ പ്രചാരണം നടത്തിയാലും അതിൽ കുലുങ്ങുന്നവരല്ല മുസ്ലിങ്ങൾ. ഇപ്പൊ ഈ ചെയ്തത് ആരാണെന്ന് നമ്മൾ അറിഞ്ഞൂടല്ലോ. അപ്പൊ ആരാണെന്ന് കണ്ടുപിടിക്കുക. ആദ്യം അത് ആരാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഗവൺമെന്റ് ഏജൻസി പറയുന്നു അത് പൊട്ടിക്കാമെന്നതല്ല, വേറെന്തോ. അപ്പൊ ഇത് മിക്കവാറും ഈ സംഘപരിവാർ ശക്തികൾ തന്നെയാണ്. അവരുടെ പല നേട്ടങ്ങളും ഉണ്ട്, അതിനുവേണ്ടി ചെയ്തതാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള സംഘപരിവാർ ശക്തികൾ BJP അനുകൂലിക്കുന്നവരും BJPയുടെ ആറുമായ ആളുകൾ മനസ്സിലാക്കാനുള്ളത്, ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്നത് ഈ ചെറ്റായിട്ടുള്ള ക്രിസ്ത്യാനികൾ, നല്ല ക്രിസ്ത്യാനികളല്ല, ചെറ്റയായിട്ടുള്ള ക്രിസ്ത്യാനികൾ, യഹൂദന്മാരുമാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ മഹത്തായ ഇന്ത്യ, ഇത് വളരെയധികം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു രാജ്യമാണ്. ഇന്ന് ലോകത്തിലെ പിന്നെ സാമ്പത്തിക ശക്തികളും ശക്തി ആയിരുന്നാലും ശരി, പിന്നെ ആയുധം കൊണ്ടുള്ള പവർ ആയിരുന്നാലും ശരി,
എല്ലാ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നാലും വളരെയധികം കാര്യപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ നശിപ്പിക്കാൻ, അതായത് പാശ്ചാത്യ ശക്തികൾക്കും ഈ യഹൂദന്മാർക്കും അതൊന്നും സഹിക്കാത്ത കാര്യമാണ്. പാശ്ചാത്യ ശക്തികളുടെ പിന്നെ ഒരു പിണിയാളാണ് ഇസ്രയേൽ. ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും വേണ്ടി എന്ത് ചെയ്യും? അവർ ഏത് പാസ്പോർട്ടും ഉണ്ടാക്കും, ഇന്ത്യൻ പാസ്പോർട്ട് വേണമെങ്കിൽ ഉണ്ടാക്കും, അവരിവിടെ വരും, നിങ്ങൾ ആരും അറിയാനില്ല. അപ്പൊ ഈ പിന്നെ ഇസ്രയേലികൾ, യഹൂദന്മാർ ഇവിടെ ആവശ്യം പഠിച്ച് എല്ലാം വരുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. നിങ്ങൾ നോക്കിയോളേ, രാജ്യത്തിന്റെ എല്ലാ സുഖവാസ കേന്ദ്രങ്ങളിലും അവരുണ്ട്. റിക്രൂട്ട് ചെയ്യും, ക്രിസ്ത്യാനികളെ റിക്രൂട്ട് ചെയ്യിച്ച് എന്തും ചെയ്യും അവര്. വേണമെങ്കിൽ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ അവര് മതം മാറ്റും. മുസ്ലിം ആയാൽ മതി, നിങ്ങൾ താടിയും വെച്ച് തൊപ്പിയും വെച്ചാൽ നിങ്ങൾ മുസ്ലിം ആയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അവിടെ പോകുമ്പോൾ ഇവിടെ പോകുമ്പോൾ. അപ്പൊ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിരിക്കുകയാണ്. അവർ പല വേഷത്തിലും ഇറങ്ങും. നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങളെ യാതൊരു കാരണവശാലും വിശ്വസിക്കരുത്. അപ്പോൾ അതിന്റെ വേറൊരു ഭാഗമാണ് ഈ പുട്ടു സാമൂലായിരുന്നാലും മറുനാടൻ മലയാളിയായിരുന്നു, ഷേഖിന ന്യൂസ് ആയിരുന്നാലും കർമ്മ ന്യൂസ് ആയിരുന്നു, അങ്ങനെ കുറെ ചാനലുകളെല്ലാം ഈ ക്രിസംഖ്യകളുടെ വകയായിട്ടുണ്ട്. അവന്മാരെ കെവിൻ പീറ്റർ ഇപ്പൊ പുതിയതായിട്ടുള്ളതാണ്, അവനാണ് ഇവിടുത്തെ ഭീകരവാദി. അപ്പോ മുസ്ലിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെ. മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളാണ്. പിന്നെ രാജ്യത്തിന് ശത്രുക്കളായി തന്നെ കാണുന്നവരാണ് മുസ്ലിങ്ങൾ. യാതൊരു കാരണവശാലും ഇന്ത്യ ജീവിക്കുന്ന രാജ്യത്ത് തോറ്റു കൊടുക്കുന്നവരല്ല. നിങ്ങളത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും എവരുടെ പ്രവൃത്തികൾ നമ്മൾ ദൃഷ്ടിയോടുകൂടി സൂക്ഷിക്കണമെന്നും വീക്ഷിക്കണമെന്നും അതിനെതിരെ പ്രവർത്തിക്കണമെന്നും ആ കുറ്റവാളികളെ ശരിയായ രീതിയിൽ പിടിച്ച് അതിൻ്റെതായ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഇവിടെയുള്ള നിഷ്പക്ഷവാദികളായ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കുട്ടുസാമന്റെ പുതിയ ബുദ്ധി എന്ന് പറയുന്നത് മീഡിയ വൺ എന്ന് പറഞ്ഞ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് വർഗീയ വിഷം ചൂറ്റുന്നത്. അവർ ഒരു ഭീകരവാദമല്ല. ഇന്ത്യയിലെ കാര്യം നമ്മൾ പറയേണ്ട കാര്യം, ബാക്കിയുള്ള മീഡിയകളൊന്നും നമ്മൾ കാണുന്നില്ല, വളരെ അപൂർവമായിട്ട്. ഇവിടെ കേരളത്തിലെ മീഡിയകൾ തന്നെ പിന്നെ ചാനലുകൾ കാണാൻ പോലും നമുക്ക് സമയമില്ല, പിന്നെ അങ്ങനെ ഇന്ത്യയിലെ ബാക്കിയുള്ള കാണാവും. എന്തായാലും ശരി, കേരളത്തിൽ നടക്കുന്ന ചാനലുകളിൽ ഏറ്റവും വൃത്തിയുള്ള ചാനൽ, സത്യസന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടണമെങ്കിൽ മീഡിയ വൺ നോക്കണം. ഞാൻ സത്യമായിട്ട് പറയണേ, നിങ്ങൾ മീഡിയ വൺ ഒന്ന് കേട്ടു നോക്കി, അതിനുശേഷം വേറെ ചാനലുകൾ, മാതൃഭൂമിയുടെ ആയിരുന്നാലും മനോരമ ആയിരുന്നാലും പിന്നെ ഏത് ചാനൽ, ഏഷ്യാനെറ്റ് ആയാലും നിങ്ങൾ നോക്കി, 24 ന്യൂസ് ആയാലും ഏതായാലും നോക്കി, ആരുടെയും പക്ഷം പിടിക്കാതെ സത്യസന്ധമായ ന്യൂസ് കൊടുക്കുന്നത് മീഡിയ വണ്ണാണ്. അതിനെ ഇനി നിരോധിച്ചവർക്ക് കിട്ടണം. അത് മൗദൂദി ചാനലാണ്, ഈദൂദി ചാനൽ, ഏത് ചാനലായാലും ശരി, അവർ യാതൊരു കാരണവശാലും ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന പരിപാടിയിലോ ഇന്ത്യക്കെതിരായി വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരെ അനുകൂലിക്കുകയോ ചെയ്യുന്നതായിട്ട് ഒരു തെളിവ് ഹാജരാക്കാൻ നോക്കൂ. അപ്പോൾ ഇവിടെയുള്ള BJP-ക്കാരും ക്രിസംഖികളും സംഘികളും എല്ലാം കൂടെ പിന്നെ സ്വാധീനം ചെലുത്തി ഗവൺമെന്റിനെ കൊണ്ട് ലൈസൻസ് റിന്യൂവൽ ചെയ്യിക്കാതെ അവരെ പിന്നെ ഒന്ന് ഇരുത്താൻ നോക്കി. അവർ സുപ്രീം കോടതിയിൽ പോയിട്ട് അവർ അനുമതി നേടിയാണ് വീണ്ടും അവർ ലൈസൻസ് റിന്യൂവൽ കിട്ടിയത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അവരെവിടെയാണ് പോയത്? സുപ്രീം കോടതിയിലെ ഇന്ത്യൻ നിയമസംഹിതയോടാണ് നമുക്ക് ആഭിമുഖ്യം. അതിനാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഭീകരവാദികളെയും പിന്നെ തീവ്രവാദികളുടെയും സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട നിയമമാണ്. ഇന്ത്യയിലെ നിയമം എങ്ങനെ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും, അതിനനുസരിച്ച് നമ്മളിവിടെ പിന്നെ പ്രവർത്തിക്കും, അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ മരിക്കും. അത് ഞങ്ങൾക്ക് യാതൊരു പ്രയോസനമില്ല, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി കേരളത്തിലുള്ള, നമ്മൾക്കിപ്പോ കേരളത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നം. ലോകത്ത് എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും രണ്ട് വിഭാഗമായിട്ട് തിരിയാണ്. മുസ്ലിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? അതിന് എതിരായിരിക്കും സംഘികളും ക്രിസംഘികളും. അപ്പൊ മനസ്സിലാക്കണം. നമ്മൾ പണ്ട് നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട്, നിങ്ങൾക്ക് കുട്ടികളായിരിക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ കഴിയില്ല. എന്റെ പ്രായത്തിലും അതിന് ഒരു 50 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് മനസ്സിലാവും. നമ്മുടെ പാസ്പോർട്ടിലൊക്കെ നേരത്തെ എഴുതി ആൾ കൺട്രീസ് എക്സെപ്റ്റ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇസ്രായേൽ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ഈ സൗത്ത് ആഫ്രിക്കയും ഇസ്രായേലും ഒഴിച്ചുള്ള ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും നമുക്ക് പോകാം. ഇസ്രായേലിൽ പോകാൻ പാടില്ലായിരുന്നു. അതുപോലെ RSSനെ നിരോധിച്ച രാജ്യമാണ് ഇന്ത്യ. RSSനെ നിരോധിച്ച രാജ്യം. ആ സമയത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയെ നിരോധിക്കണം, ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനം. കാര്യം എന്തുകൊണ്ട് നിരോധനമില്ല? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങളോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ ചെയ്യുന്നില്ല? ഇപ്പൊ പറയുന്നതെന്ന് പറയുന്ന കേരളത്തില് കോൺഗ്രസ്സുകാരും CPM-കാരും പിന്നെ ഹമാസിനെ പിന്തുണയ്ക്കണമെന്ന്. അപ്പൊ ഈ പുട്ടു സാമുൽ പറയുന്നത് എന്താണ് പറയുന്നത്? പുട്ടുസാമുൽ മാത്രമല്ല, ഈ ക്രിസംഖികൾ മൊത്തം പറയുന്നതാണ് ഈ പിന്നെ ഹമാസിനെ ഹമാസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ അതാണ് മനസ്സിലാക്കാനുള്ളത്. ഹമാസ് എന്ന് പറയുന്നത് ഫലസ്തീന. പിന്നെ അവർ വന്ന് കൈയടക്കുകയാണ്. അതായത് അഭയാർത്ഥികൾക്ക്
അഭയം കൊടുത്ത പലസ്തീന അതവർ കൈയടക്കി വെച്ചിട്ട് അത് അവരുടെ രാജ്യമാക്കി വെച്ചിരിക്കണം. അപ്പോൾ അതിനെതിരെ പോരാടുന്ന, സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സ്വാതന്ത്ര്യ പോരാളികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പേര് പിന്നെ ഭീകരന്മാരാണെന്നെങ്കിൽ ഞാനും ഭീകരനാണ്. അതല്ല, സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ രാജ്യസ്നേഹികളും ദേശസ്നേഹികളുമാണെങ്കിൽ അതാണ് ഞാൻ. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പോരാടി. എങ്ങനെ, ആർക്കെതിരെയാണ് പോരാടിയത്? ഇംഗ്ലീഷുകാർ വന്ന എങ്ങനെയാണ്? ഇംഗ്ലീഷുകാരായ ക്രിസ്ത്യാനികൾ വന്ന എന്താണ്? കച്ചവടം എന്ന വ്യാജേന. അപ്പോൾ കച്ചവടം എന്ന വ്യാജേന വന്നാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. അതാണ് നമ്മൾ. അപ്പൊ ആരാണ് വന്നത്? ക്രിസ്ത്യാനികൾ. അവർക്ക് മുമ്പേ അറബികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നു കച്ചവടത്തിന്. അവർ സത്യസന്ധമായി കച്ചവടം ചെയ്ത് അവർ തിരിച്ചുപോയി. അപ്പോ ഇംഗ്ലീഷുകാർ വന്നിട്ട് കാപട്യത്തിന്റെ മുഖവുമായി വന്ന് കച്ചവടത്തിന് വന്ന് ഇന്ത്യ പിടിച്ചെടുത്തു, ഇന്ത്യ ഭരിച്ചു. 16 ലക്ഷം ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെയും ഹിന്ദു സഹോദരങ്ങളെയും കൂട്ടക്കൊല ചെയ്തു. അതാണ് ചരിത്രം എടുത്ത് പരിശോധിക്കണം. നമ്മൾ ചരിത്രം പിന്നിലേക്ക് നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കണം. അതുപോലെ ഇപ്പോ ഇന്ത്യ ലോകത്തിലെ മുഗളന്മാര്, മുസ്ലിങ്ങളായ മുഗളന്മാര് 850 വർഷം ഇന്ത്യ മഹാരാജ്യം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ, അവസാനം വന്ന മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പിന്നെ സമ്പത്തിന്റെ 1/3 ഇന്ത്യയിലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. ആ ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എറിഞ്ഞുകൊണ്ട് നമ്മുടെതെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി ക്രിസ്ത്യാനികളായ ഈ ഇംഗ്ലീഷുകാർ. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് ആ ജനാധിപത്യത്തിന്റെ അടിത്തറ നമ്മൾ പാകി നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം നമുക്ക് നേടിയെടുത്തുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നേടിയെടുത്തുന്ന ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ ബലി കൊടുക്കണോ? ആ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവൻ ദേശസ്നേഹിയാണെന്ന് പറയുന്ന പുട്ട് സാമുവലും മറുനാടൻ മലയാളിയെയും പോലുള്ള ചെറ്റകളെ നമ്മൾ കരുതിയിരിക്കണം. ഈ സംഘ പരിവാർ ശക്തികളെയും. ഗാന്ധിജിയുടെ പ്രതിമ എവിടെ അവർ ഉണ്ടാക്കിയില്ല. പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കി. ഗുജറാത്തുകാരനാണ് ഗാന്ധിയും, പട്ടേലും ഗുജറാത്തുകാരനാണ്. മോഡിയും അമിത്ഷായും അദാനിയും പിന്നെ അംബാനിയും ഒക്കെ ഗുജറാത്തുകാരാണ്. ഗാന്ധി ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഗാന്ധിജിയുടെ പിന്നെ പ്രതിമ ഉണ്ടാക്കി വെച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം, അത്ര വൈരാഗ്യമാണ് അവർക്ക്. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന നാഥറാം വിനായക് ഗോഡ്സെ എന്ന ഭീകരവാദി തെമ്മാടി തന്തയില്ലാത്തവന് പാലയിടുന്നവരാണവര്. എന്നിട്ട് ഒരു സംഘി പറഞ്ഞതാണ് ഒരു ചെറിയ വെടിവെച്ചെന്ന് ഗാന്ധിയെ. അപ്പൊ അവർക്കത് നിസ്സാരമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്നു. നമ്മുടെ മോഡി എവിടെ? മോഡി പോയി ഭൂട്ടാനിലേക്ക് പോയി. എന്തിനു പോയി? അദാനിക്ക് പുതിയ കോൺട്രാക്ട് ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോ ഇവരെല്ലാം കാലയെ കൂട്ടി ചെയ്തു വെക്കുന്നതാണ്. ഇതൊരു വെറുതെ ബോംബ് സ്ഫോടനം വേടെ ഉണ്ടാക്കിയില്ലല്ലോ. ആൾക്കൂട്ടത്തിലോ മാർക്കറ്റിനകത്തോ മറ്റിടത്തോ മറിച്ചിടത്തോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പൊ ഇതിന്റെ ഉദ്ദേശം തന്നെ കൂടുതൽ ആളുകൾ മരിക്കാതെ ചെറിയ ഒരു സ്ഫോടനം ഉണ്ടാക്കി അതിന്റെ ഇതെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ മണ്ടയിലും പാകിസ്ഥാന്റെ മണ്ടയിലും, പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യം. അത് മാത്രമല്ല, പാകിസ്ഥാൻ ആയാലും ബംഗ്ലാദേശ് ആയാലും നമ്മുടെ ഒരു രാജ്യത്തിൽ നിന്ന് രണ്ടായി പോയ 2 രാജ്യങ്ങളാണത്. നമുക്ക് വേണമെങ്കിൽ സഹോദരങ്ങളായിട്ട് കണക്കാക്കാം. ജ്യേഷ്ഠന്റെ ഒരു സ്ഥാനത്തിരുന്നും കൊണ്ട് ഇന്ത്യക്ക് അവരെ നിയന്ത്രിക്കാം. എന്തുകൊണ്ട് പാടില്ല? നമ്മൾ അന്യ സ്ഥലത്തോട്ട് പോകുന്ന എന്തിന്? നമ്മുടെ ചുറ്റിനുമുള്ള രാജ്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മുസ്ലിങ്ങളെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അവർ വഞ്ചിക്കില്ല, അവർ ചതിക്കില്ല. ഈ യഹൂദന്മാരെയും ഈ കള്ള ക്രിസ്ത്യാനികളെയും പോലെ അവർ വഞ്ചിക്കുകയും പറ്റിക്കുകയൊന്നുമില്ല. അവര് വന്ന് ഇവരുടെ ഇടയിൽ തിരിപ്പുണ്ടാക്കി എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾക്ക് അറിയാലേ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഉണ്ടാക്കി വിട്ട ആരാണ്? അൽഖായിദ ഉണ്ടാക്കി വിട്ടതാരാണ്? അമേരിക്കയും യഹൂദന്മാരും ചേർന്നല്ലേ ഉസാമ ബിൻ ലാദനെ ആരാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചത്? അപ്പൊ ഇതെല്ലാം നമ്മൾ ചരിത്രം പഠിച്ച് ചരിത്രം മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. നമ്മൾ മണ്ടന്മാരാവരുത്. ഇപ്പൊ അധികാരം നിങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. പ്രധാനമന്ത്രി BJP ആണ്, പിന്നെ രാജ്യരക്ഷാ മന്ത്രി BJP-യുടെ കയ്യിലാണ്, ഇവിടെ ആഭ്യന്തരം BJP-യുടെ കയ്യിലാണ്, ഡൽഹി ഭരണം പിന്നെ BJP-യുടെ കയ്യിലാണ്, ഡൽഹിയിലെ ആഭ്യന്തരമന്ത്രി BJP-യുടെ കയ്യിലാണ്, അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റർ ഗവർണറുടെ പദവി വഹിക്കുന്ന എല്ലാം BJP-യുടെ കയ്യിലാണ്. പിന്നെ നിങ്ങൾ ആരെയാണ് ഇനി? അവർ കോൺഗ്രസ് അല്ലല്ലോ ഭരിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലല്ലോ